AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായമില്ലാതെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയായിട്ടുണ്ട്. ഗൂഗിൾ തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, സിനിമയ്ക്ക് പോയാൽ അങ്ങനെ സമസ്ത മേഖലകളും AI അടക്കി വാഴുകയാണ്. ഇപ്പോൾ ഓൺലൈനിൽ വരുന്ന ഫോട്ടോകളും വീഡിയോയും ഒക്കെ യഥാർത്ഥമാണോ AI ആണോ എന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധമായിട്ടുണ്ട്. AI ഈ വൻ വളർച്ച ഒരു വലിയ ഭീഷണിയാണ്. ഭാവിയിൽ യഥാർത്ഥ മനുഷ്യനെ കീഴടക്കി ലോകം അടക്കി വാഴാൻ പോകുന്നത് AI ആണ് എന്നുള്ള പ്രചാരണം ശക്തമാണ്. സമ്പൂർണമായി AI മാത്രം നിർമ്മിച്ച സിനിമകൾ വരാൻ പോകുന്നു. യഥാർത്ഥ നടീനടന്മാരെ വെല്ലുന്ന അയഥാർത്ഥ നായികനായകന്മാർ വെള്ളിത്തിരയെ കീഴടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ AI റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നും വിധമുള്ള പലതും നടക്കുന്നുണ്ട്. ഇത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? ശരി, എന്നാൽ ഇന്ന് ഈ വിഷയം തന്നെയാകട്ടെ. എന്നാൽ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. 17-18 നൂറ്റാണ്ടുകളിലെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന് ശേഷം മുതൽ തന്നെ ലോകം മുഴുവൻ നിറഞ്ഞു നിന്ന ചർച്ചകളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒന്നാണ് ശാസ്ത്രത്തിൻ്റെ വികാസം മനുഷ്യനെ വിഴുങ്ങുമോ എന്നുള്ളത്. മരിയ ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റീനൊക്കെ ഈ ഭയത്തിൽ നിന്ന് വന്ന ക്രിയേറ്റീവ് സൃഷ്ടികളാണ്. ശാസ്ത്രം വളരുന്നതിനൊപ്പം തന്നെ ഇന്നും മനുഷ്യൻ്റെ ഈ അങ്കലാപ്പും വളർന്നിരുന്നു എന്നതാണ് വാസ്തവം. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ ടെക്നോളജിയും വൻ വളർച്ച കൈവരിച്ചപ്പോൾ ഈ ഭയത്തിന് ശക്തി കൂടി. മനുഷ്യൻ ചെയ്തിരുന്ന പല പ്രവർത്തികളും കൂടുതൽ വേഗത്തിലും കാര്യക്ഷമതയിലും കമ്പ്യൂട്ടർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ വരെ ഉണ്ടായ മുറവിളികൾ ഓർമ്മയില്ലേ? പണിയെത്തിക്കൂ, പട്ടിണി മാറ്റൂ, എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതായത് കൂട്ടുകാരെ, ശാസ്ത്രത്തിനൊപ്പം തന്നെ ഇന്നും ഈ ആശങ്കയും വളർന്നിരുന്നു. പക്ഷേ മനുഷ്യനെയും മനുഷ്യബുദ്ധിയെയും റീപ്ലേസ് ചെയ്യാൻ മനുഷ്യനുണ്ടാക്കിയ ഒരു ടെക്നോളജിക്കും കഴിയില്ല എന്നത് കാലം ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്തിന്? 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ബോൾ പെൻ പാടില്ലായിരുന്നു. നമ്മുടെ നൈസർഗികമായ കഴിവുകൾ ഇല്ലാതാകും എന്നതായിരുന്നു കാരണം. അതൊരു പരിധിവരെ ശരിയാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ 20ൻ്റെ വരെയുള്ള ഗുണനപ്പട്ടികകൾ കാണാതറിയാമായിരുന്നു. എന്നാൽ ഇന്നോ? ഒരു 25 വർഷം മുമ്പ് കുറഞ്ഞത് 100 ഫോൺ നമ്പറുകൾ എനിക്ക് കാണാതറിയാമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഇപ്പോൾ എനിക്ക് കാണാതറിയുന്നത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും നമ്പറുകൾ മാത്രമാണ്. അത് തന്നെ അറിയുന്നത് ഇപ്പോഴും അവരെ വിളിക്കുമ്പോൾ അവരുടെ നമ്പറുകൾ പേര് തെരഞ്ഞു പിടിക്കുന്നതിന് പകരം ബോധപൂർവം ഡയൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നോക്കിയാൽ ടെക്നോളജിയുടെ വളർച്ച മനുഷ്യൻ്റെ ഒരുപാട് നാച്ചുറലായ കഴിവുകളെ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഇൻ്റലിജൻസ് എന്ന് നോക്കാം. മനുഷ്യബുദ്ധി അഥവാ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ നയിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് വരുന്ന നാഡീകോശങ്ങളും അവ തമ്മിലുള്ള വിനിമയവുമാണ്, കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രവും എന്തുകൊണ്ടാണ് ചിലർക്ക് ബുദ്ധി കൂടുതൽ എന്ന് തോന്നുന്നതും എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 86 ബില്യൺ നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസ് ഉണ്ട്. ഇവ തമ്മിലുള്ള ബന്ധത്തെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. 1 ബില്യൺ എന്നാൽ 100 കോടി, അതായത് 8600 കോടി ന്യൂറോണുകൾ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഈ കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ ആക്റ്റീവായി നിന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി മികച്ചു നിൽക്കും. അങ്ങനെയുള്ളവർ എത്ര പ്രായമായാലും ആക്റ്റീവായിരിക്കും. തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. ഇതിൽ ഗ്രേ മാറ്ററിലാണ് തലച്ചോറിലെ വിവരങ്ങൾ സംസ്കരിക്കുന്നത്.
ഗ്രേ മാറ്ററിന്റെ സാന്ദ്രത കൂടുതലുള്ളവരിൽ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ് കൂടുതലായി കാണപ്പെടുന്നു. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം, ഒന്നും ചെയ്യാതെ ഇരിക്കുക, അങ്ങനെ ചില ന്യൂറോളജിക്കൽ സൈക്യാട്രിക് അവസ്ഥകളിൽ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ ഘടനാപരമായ വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബുദ്ധിശക്തിയുടെ 50% മുതൽ 80% വരെ ജനിതകമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ചില പ്രത്യേക ജീനുകൾ തലച്ചോറിൻ്റെ ഘടനയെയും പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ കുട്ടിക്കാലത്ത് ലഭിക്കുന്ന മികച്ച വിദ്യാഭ്യാസം, പോഷകാഹാരം, സാമൂഹ്യ സാഹചര്യങ്ങൾ എന്നിവ ബുദ്ധിവികാസത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതായത് കുട്ടിക്കാലത്ത് ലഭിക്കുന്ന വിദ്യാഭ്യാസവും കുടുംബാന്തരീക്ഷവും ബുദ്ധിവികാസത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. അതുപോലെ ചിലരുടെ തലച്ചോർ വിവരങ്ങൾ കൈമാറാൻ വളരെ കുറഞ്ഞ ഊർജം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനെ ബ്രെയിൻ എഫിഷ്യൻസി എന്നാണ് വിളിക്കുക. ഇത്തരം ആളുകൾക്ക് സങ്കീർണമായ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും. എന്നാൽ ബുദ്ധി എന്നത് നിശ്ചലമായ ഒന്നല്ല. ചിന്താരീതിയിലൂടെയും പരിശ്രമത്തിലൂടെയും ഇത് വർദ്ധിപ്പിക്കാൻ കഴിയും. പുതിയ ഭാഷകൾ പഠിക്കുക, സംഗീതം അഭ്യസിക്കുക, വായന, പസിലുകൾ പരിഹരിക്കുക, ഇതെല്ലാം തലച്ചോറിലെ സിനാപ്സുകളുടെ എണ്ണം കൂട്ടാൻ സഹായിക്കും. പഠിക്കുന്ന കാലത്ത് മണ്ടന്മാരായിരുന്ന, വളരെ മോശം ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ചിലർ അസാധാരണ ജീനിയസുകളായി മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ബുദ്ധി ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് കണക്കിലായിരിക്കും കഴിവ്, ചിലർക്ക് സംഗീതത്തിൽ, മറ്റു ചിലർക്ക് കായിക രംഗത്ത്. ചുരുക്കത്തിൽ ജനിതകമായി ലഭിച്ച അടിത്തറയിൽ നൽകുന്ന പരിശീലനമാണ് ഒരാളുടെ ബുദ്ധിശക്തിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യബുദ്ധി, ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നത് നാച്ചുറലായ ജനിതക ഘടകങ്ങളുടെ പ്രവർത്തനമാണ്. നാച്ചുറലായ ബുദ്ധി ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ജനിതക ഘടകങ്ങളുടെ മാറ്റങ്ങളും ന്യൂറോണുകളുടെ പ്രവർത്തനവുമാണ് ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് നയിക്കുന്നത്. കൃത്രിമ ബുദ്ധി അഥവാ AI-യിലും നടക്കുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൂടെയുള്ള ഡേറ്റ പ്രോസസ്സിംഗ്, അൽഗോരിതങ്ങൾ എന്നിവയിലൂടെയാണെന്ന് മാത്രം. അവ ഒരിക്കലും സ്വാഭാവികമായുള്ള ബുദ്ധിയോളം വരില്ല. എങ്കിലും ഒരു ടെക്നോളജി എങ്ങനെയൊക്കെയാണോ നമ്മെ സഹായിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം AI-യും ചെയ്യും. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേരിൽ തന്നെ കല്ല് കടിക്കുന്നില്ലേ? കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒന്നാണിത്. ലക്ഷക്കണക്കിന് ഡേറ്റകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, അൽഗോരിതം എല്ലാം കൂടി ചേർന്നുള്ള വിശകലനമാണ് ഇവിടെ നടക്കുന്നത്. AI-യും മനുഷ്യബുദ്ധിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഒന്ന് പ്രോഗ്രാമിങ്ങിലൂടെയും ഡാറ്റയിലൂടെയും പ്രവർത്തിക്കുന്നതാണ്, മറ്റേത് ജീവശാസ്ത്രപരവും വൈകാരികവുമായ ഒന്നാണ് എന്നതാണ്. മനുഷ്യൻ വളരെ കുറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടിയെ പൂച്ചയെ ഒരിക്കൽ കാണിച്ചു കൊടുത്താൽ പിന്നീട് എവിടെ കണ്ടാലും ആ കുട്ടിക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ AI-ക്ക് ഒരു കാര്യം പഠിക്കാൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഡേറ്റ പോയിന്റുകൾ ആവശ്യമാണ്. പൂച്ചയെ തിരിച്ചറിയാൻ ഒരുപാട് പൂച്ചകളുടെ ചിത്രങ്ങൾ AI-ക്ക് നൽകേണ്ടി വരും. പൊതുവെ AI സിസ്റ്റങ്ങൾ മനുഷ്യരെ അപേക്ഷിച്ച് വളരെ വലിയ അളവിലുള്ള ഡേറ്റയിൽ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. മനുഷ്യബുദ്ധി കാര്യങ്ങളെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് പോലെ AI പ്രവർത്തിക്കണമെങ്കിൽ അതിനെ വലിയ അളവിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് പരിശീലിപ്പിക്കണം. ഉദാഹരണത്തിന്, സൂര്യൻ എന്ന വാക്ക് നൽകിയാൽ അതിന് പിന്നാലെ സാധാരണയായി വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് AI പഠിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ കിഴക്കുദിക്കുന്നു, സൂര്യൻ പടിഞ്ഞാറസ്തമിക്കുന്നു എന്നിങ്ങനെ ലക്ഷക്കണക്കിന് വാക്യങ്ങളിൽ നിന്ന് വാക്കുകൾ തമ്മിലുള്ള ബന്ധവും ഉപയോഗ രീതിയും AI മനസ്സിലാക്കുന്നു. പരിശീലന സമയത്ത് തെറ്റായ പ്രവചനങ്ങൾ തിരുത്തുകയും ശരിയായ പ്രവചനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം സങ്കീർണമായ ഗണിതശാസ്ത്ര മോഡലുകളും അൽഗോരിതങ്ങളും ഉപയോഗിച്ചാണ് നടക്കുന്നത്. അതായത് മനുഷ്യബുദ്ധിയും കൃത്രിമ ബുദ്ധിയും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും പാറ്റേണുകൾ കണ്ടെത്തുകയും ചെയ്യുന്നുവെങ്കിലും അവ പ്രവർത്തിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. മനുഷ്യബുദ്ധി കോടിക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെയും ജൈവ പ്രക്രിയകളിലൂടെയും രൂപപ്പെട്ടതാണ്. AI എന്നാൽ മനുഷ്യൻ വികസിപ്പിച്ച അൽഗോരിതങ്ങളും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സാങ്കേതിക സംവിധാനമാണ്.
ഇന്നത്തെ AI അതിവേഗത്തിൽ വിവരങ്ങൾ വിശകലനം ചെയ്യാനും ചില പ്രത്യേക ജോലികളിൽ മനുഷ്യരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിവുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തെക്കുറിച്ചുള്ള സ്വാഭാവിക ധാരണ, ബോധം, വികാരങ്ങൾ, പൊതുവിവേകം എന്നിവയിൽ AI ഒരിക്കലും മനുഷ്യനോടൊപ്പം എത്തില്ല. AI പരിശീലന പ്രക്രിയയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു സാധാരണ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തി നമുക്ക് കാണിച്ചു തരുമ്പോൾ AI ആ വിവരങ്ങളിൽ നിന്ന് പഠിച്ച പാറ്റേണുകൾ ഉപയോഗിച്ച് പുതിയ വാക്യങ്ങളും ഉത്തരങ്ങളും സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് നാം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വെറും ലിങ്കുകൾ തരുന്നതിന് പകരം മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ മറുപടി നൽകാൻ ChatGPT, ജെമിനി പോലുള്ള AI സംവിധാനങ്ങൾക്ക് കഴിയുന്നത്. പല കാര്യങ്ങളിലും മനുഷ്യനെ പോലെ കൃത്യത കൈവരിക്കാനും അതേസമയം മനുഷ്യനേക്കാൾ വളരെ വേഗത്തിൽ പ്രതികരിക്കാനും അവയ്ക്ക് സാധിക്കുന്നു. നമ്മൾ ഗൂഗിളിൽ ഡൽഹി എന്ന് തിരയുമ്പോൾ ഡൽഹിയെക്കുറിച്ചുള്ള നൂറുകണക്കിന് വെബ് പേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ ലിങ്കുകളാണ് ഗൂഗിൾ കണ്ടെത്തി നൽകുന്നത്. എന്നാൽ ChatGPTയോട് ഡൽഹിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പരിശീലന സമയത്ത് ലഭിച്ച അറിവും വിവരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഉപയോഗിച്ച് ഡൽഹിയുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തവും ക്രമബദ്ധവുമായ വിവരണം സൃഷ്ടിച്ചു നൽകുന്നു. അതായത് ഗൂഗിൾ വിവരങ്ങളിലേക്കുള്ള വഴികാട്ടിയാണെങ്കിൽ ChatGPT ആ വിവരങ്ങളെ സംഗ്രഹിച്ച് സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. എന്ന് വെച്ചാൽ ഗൂഗിൾ ഒരു ലൈബ്രറിയൻ ആണെങ്കിൽ ChatGPT ആ ലൈബ്രറിയിലെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച ഒരു ഗവേഷകനാണ്. ഗൂഗിൾ പുസ്തകങ്ങൾ എവിടെയെന്ന് കാണിച്ചു തരും. ChatGPT ആ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച അറിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് ഒരു പുതിയ മറുപടി തയ്യാറാക്കി തരും. എന്നാൽ AI നൽകുന്ന ഉത്തരങ്ങൾ എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല. കാരണം അത് വിവരങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുന്നതിനേക്കാൾ പരിശീലനത്തിലൂടെ ലഭിച്ച പാറ്റേണുകൾ അടിസ്ഥാനമാക്കിയാണ് എപ്പോഴും പ്രതികരിക്കുന്നത്. അതുപോലെ വികാരങ്ങൾ, സഹതാപം, സാമാന്യബോധം, കോമൺ സെൻസ് എന്നിവ ഉപയോഗിച്ചാണ് മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ AI വികാരങ്ങളില്ല. അത് ലോജിക് ഉപയോഗിച്ചും ലഭ്യമായ വിവരങ്ങൾ വെച്ചും പ്രവർത്തിക്കുന്നു. മനുഷ്യൻ നൽകുന്ന ഡേറ്റയിലുള്ള മുൻവിധികൾ പലപ്പോഴും AI പ്രകടിപ്പിക്കാറുണ്ട്. മനുഷ്യന്റെ തലച്ചോർ വെറും 20 വാട്ട്, ഒരു ചെറിയ ബൾബിന് വേണ്ട അത്രയും വൈദ്യുതി ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ സങ്കീർണമായ AI മോഡലുകൾ പ്രവർത്തിക്കാൻ വലിയ സെർവറുകളും മെഗാവാട്ടുകൾ കണക്കിന് വൈദ്യുതിയും ആവശ്യമാണ്. ഉദാഹരണത്തിന് ഡയാലിസിസ് ചെയ്യുന്ന മെഷീനുകൾ കണ്ടിട്ടുണ്ടോ? വലിയൊരു പറങ്കിയണ്ടിയുടെ വലിപ്പമുള്ള കിഡ്നി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ 10-1 പെർഫെക്ഷനിൽ ചെയ്യുന്ന മെഷീന് ഒരു അലമാരയുടെ വലിപ്പമുണ്ട്. ഒരേ സമയം പല കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടാൻ മനുഷ്യന് കഴിയും. നമ്മളൊക്കെ ഒരേ സമയം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. വീട്ടിൽ ഭക്ഷണമുണ്ടാക്കും, ഓഫീസിൽ ജോലി ചെയ്യും, ഡ്രൈവ് ചെയ്യും, കളിക്കും, നീന്തും, പാട്ടുപാടും. എന്നാൽ മിക്ക AIകളും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ്. ചെസ്സ് കളിക്കാൻ നിർമ്മിച്ച AIക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അറിയില്ല. മ്യൂസിക് നൽകുന്ന AIക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ല. അതായത് ഒരു AI പ്ലാറ്റ്ഫോം വികസിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും തുടർച്ചയായി മെച്ചപ്പെടുത്താനും മനുഷ്യരുടെ ബുദ്ധിയും അധ്വാനവും അനിവാര്യമാണ്. AIക്ക് പഠിക്കാനുള്ള ഡേറ്റ നൽകുന്നതും അതിൻ്റെ അൽഗോരിതങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതും പരിശീലിപ്പിക്കുന്നതും തെറ്റുകൾ തിരുത്തുന്നതും പുതിയ കഴിവുകൾ കൂട്ടിച്ചേർക്കുന്നതും എല്ലാം മനുഷ്യരാണ്. AI സ്വയം ചില പാറ്റേണുകൾ കണ്ടെത്തി പഠിക്കാറുണ്ടെങ്കിലും എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് വിവരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ലഭിക്കുന്ന ഫലങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മനുഷ്യൻ തന്നെയാണ് എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തുപയോഗിക്കുന്ന ഒരു AI സംവിധാനവും മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ പൂർണ്ണമായും സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന AIക്ക് പിന്നിൽ എപ്പോഴും ആർട്ടിഫിഷ്യൽ അല്ലാത്ത മനുഷ്യബുദ്ധിയും മനുഷ്യാധ്വാനവും പ്രവർത്തിക്കണം. AI രംഗത്ത് ഇന്ത്യയും വലിയ ചുവടുവയ്പ്പുകളാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യ AI മിഷൻ എന്ന ദേശീയ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ AI മോഡലുകളിൽ പലതും വികസിപ്പിച്ചിരിക്കുന്നത്
ഓപ്പൺ AI, ഗൂഗിൾ, ഡീപ് മൈൻഡ്, ആന്ത്രോപിക്, മെറ്റ AI തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഭാവിയിൽ AI സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യക്കും സ്വന്തം ശേഷി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് മികച്ച AI ഗവേഷകരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും ഉണ്ടെങ്കിലും വൻതോതിലുള്ള GPU ക്ലസ്റ്ററുകളും പരിശീലന ഡേറ്റയും AI മോഡൽ വികസനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും താരതമ്യേന കുറവായിരുന്നു. ആ വിടവ് നികത്താനാണ് ഇന്ത്യ AI മിഷൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാധുനിക കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങൾ, വൻതോതിലുള്ള ഡേറ്റാ സെന്ററുകൾ, AI ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, ഇന്ത്യൻ ഭാഷകൾക്കായുള്ള AI മോഡലുകൾ എന്നിവ വികസിപ്പിക്കുന്നതിനാണ് ഇന്ത്യ AI മിഷൻ ലക്ഷ്യമിടുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിൽ നിന്ന് അതുപോലുള്ള സാങ്കേതിക വിദ്യകൾ സ്വയം വികസിപ്പിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ആയിരക്കണക്കിന് അതിശക്തമായ GPU പ്രോസസ്സറുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സർവകലാശാലകൾ, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള വലിയൊരു ദേശീയ ശ്രമമാണിപ്പോൾ നടക്കുന്നത്. AI എന്നത് ഭാവിയിലെ സാമ്പത്തിക വളർച്ചയെയും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെയും നിർണ്ണയിക്കുന്ന പ്രധാന മേഖലയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ AI മിഷൻ രാജ്യത്തിൻ്റെ ഡിജിറ്റൽ ഭാവിയിലേക്കുള്ള ഒരു നിർണായക നിക്ഷേപമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂട്ടുകാരെ, ആർട്ടിഫിഷ്യൽ ഈസ് ഓൾവേസ് ആർട്ടിഫിഷ്യൽ. മനുഷ്യനിർമ്മിതമല്ലാത്ത മനുഷ്യബുദ്ധിയെ റീപ്ലേസ് ചെയ്യാൻ മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമ ബുദ്ധിക്കാവില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, AI എന്നത് മനുഷ്യബുദ്ധിക്ക് പകരം വന്ന ഒരു ശക്തിയല്ല, മനുഷ്യബുദ്ധി നിർമ്മിച്ച മറ്റൊരു ശക്തമായ ഉപകരണം മാത്രമാണ്. അതിൻ്റെ പിന്നിലും മുന്നിലും ഇന്നും മനുഷ്യൻ തന്നെയുണ്ട്. എന്നാൽ AI കാരണമുള്ള ചില ഭീഷണികൾ കണ്ടില്ലെന്ന് വെക്കാനാവില്ല. ഇന്ന് പൊതുവെയുള്ള ഒരു ട്രെൻഡ് ഏത് കാര്യവും AIയോട് ചോദിക്കുക എന്നതാണ്. പുതിയ വിവരങ്ങൾ തേടുന്നത് ഓക്കെ, പക്ഷേ എനിക്ക് ഈ കണക്കൊന്ന് ചെയ്തു തരുമോ, ഈ മാറ്റർ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുമോ, എനിക്ക് ബോസിന് അയക്കാനുള്ള ഒരു ഇമെയിൽ മാറ്റർ തരുമോ, എൻ്റെ കൊളീഗ് മോശമായി പെരുമാറുന്നു, ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ എങ്ങനെ പ്രപ്പോസ് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ സാമാന്യ ബുദ്ധിയും വിവരവും അനുഭവങ്ങളും കൊണ്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ജെമിനിയുടെയും ഗ്രോക്കിൻ്റെയും ഒക്കെ സഹായം തേടുന്നത് യുവാക്കളിൽ ഒരു ശീലമായി വരുന്നുണ്ട്. നോക്കൂ, ഏതൊരു സിസ്റ്റവും ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് ഉപയോഗശൂന്യമാകും എന്നതൊരു വസ്തുതയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനും നായകളെ പോലെ ഘ്രാണശക്തി ഉണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. എന്നാൽ പരിണാമത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ആ ശക്തി ഉപയോഗിക്കാതെ മനുഷ്യനെ എന്നേക്കുമായി നഷ്ടപ്പെടുകയായിരുന്നു. ആദ്യം പറഞ്ഞില്ലേ, ഇന്നത്തെ കുട്ടികൾക്ക് ഗുണനപ്പട്ടിക എത്ര വരെ അറിയാം, ഞാനടക്കമുള്ളവർക്ക് എത്ര ഫോൺ നമ്പറുകൾ കാണാതെ അറിയാം. അതിനേക്കാളൊക്കെ ഗുരുതരമായ കാര്യമാണ് AI അഡിക്ഷൻ. മറ്റൊന്ന്, AI ഉപയോഗിച്ച് അല്ല, ദുരുപയോഗിച്ചുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ. AI പോൺ വീഡിയോകൾ ഇന്ന് സുലഭമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിർമ്മല സീതാരാമൻ്റെയും ഒക്കെ ഒറിജിനലിനെ വെല്ലുന്ന AI വീഡിയോകൾ നിർമ്മിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത് വലിയ വാർത്തയാണ്. കൂട്ടുകാരെ, ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. മനുഷ്യൻ കണ്ടുപിടിച്ച ഓരോ പുതിയ സാങ്കേതിക വിദ്യയെയും ആദ്യം ഭയന്നിട്ടുണ്ട്. അച്ചടിയന്ത്രത്തെ ഭയന്നു, വൈദ്യുതിയെ ഭയന്നു, കമ്പ്യൂട്ടറിനെ ഭയന്നു. ഇന്ന് ആ സ്ഥാനത്ത് നിൽക്കുന്നത് AI ആണ്. AI മനുഷ്യനെ സഹായിക്കുന്ന ശക്തമായ ഒരു ടൂൾ, ഒരു ഉപകരണമാണ്. പക്ഷേ അതൊരു ഉപകരണം മാത്രമാണ്. അതിന് ലക്ഷ്യങ്ങളില്ല, സ്വപ്നങ്ങളില്ല, മൂല്യങ്ങളില്ല. പക്ഷേ ഇതെല്ലാം മനുഷ്യനുണ്ട്. അതിനാൽ AI മനുഷ്യനെ തോൽപ്പിക്കുമോ എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. AI ഉപയോഗിക്കുന്ന മനുഷ്യൻ AI ഉപയോഗിക്കാത്ത മനുഷ്യനെ തോൽപ്പിക്കുമോ എന്നതാണ് ഭാവി നിർണയിക്കുന്ന ചോദ്യം. സാങ്കേതിക വിദ്യയുടെ യജമാനന്മാരായി തുടരുക, അതിൻ്റെ അടിമയാകാതിരിക്കുക. അപ്പോഴേ AI ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും മനുഷ്യരാശിയുടെ പുരോഗതിക്കുള്ള ഉപകരണങ്ങളായി മാറുകയുള്ളൂ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.